السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോൾ ഉള്ളത് പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിൽ അള്ളാഹുലേക്ക് നാം ഖേദിച്ച് മടങ്ങുകയും തൗബ ചെയ്ത് മടങ്ങുകയും ധാരാളം ഖുർആനും മറ്റുള്ള സൽക്കരവുമായി പോകുന്ന മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരനിക്ക് അതിമഹത്തായ വലിയൊരു പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നോമ്പുകാരനിക്ക് വേണ്ടി റൈഹാൻ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്, അതിലൂടെ കടന്നു പോകുന്ന സംഭവം നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ് കാണാം. ഇന്നഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, യുഖാലുഹു റൈഹാൻ, ആ വാതിലിൻ്റെ പേര് റൈഹാൻ എന്ന വാതിലാണ്. യദ്ഖുലു മിനു സായിമൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളെത്തുമ്പോൾ നോമ്പുകാരനെല്ലാം അതിലൂടെ കടന്നു പോകും. അപ്പോൾ നോമ്പ് നോക്കിയ ആളുകൾ യദ്ഖുലൂന മിൻഹു സായിമു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളെത്തുമ്പോൾ അവരതിലൂടെ കടക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവർക്കല്ലാതെ വേറെ നോമ്പ് നോക്കാത്തവർക്ക് കടക്കാൻ കഴിയില്ല. ആ സമയത്ത് യുക്കാലു, അവിടെ നിന്ന് വിളിച്ചു പറയാ, സായിമു, നോമ്പുകാരൻ എവിടെയാണ് നോമ്പുകാരനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫയഖൂമൂന്, നോമ്പുകാരെല്ലാം അവിടെ നിൽക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, ആ നോമ്പുകാർക്കെല്ലാം അവിടെ എത്തിപ്പെട്ടാൽ അവരല്ലാത്ത വേറെ ഒരാൾക്കും ആ വാതിലൂടെ കടന്നു പോകാൻ കഴിയില്ല. ഫൈദാ ദഖലു, അങ്ങനെ ആ നോമ്പുകാരെല്ലാം അതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, ഏലക്കൂടിയ റൈഹാൻ എന്ന് പറയുന്ന വാതിലൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉഗ്ലിക ഫലം യദ്ഖുലു മിൻഹു അഹദുൻ, പിന്നെ വാതിലങ്ങ് ക്ലോസ് ചെയ്യും, അടക്കും. അപ്പം നോമ്പുകാരനക്ക് റൈഹാൻ എന്ന വാതിലൂടെ കടന്നു കഴിഞ്ഞതിന് ശേഷം നോമ്പുകാരൻ എവിടെ എന്ന് വിളിച്ചു പറയും. എന്നിട്ട് അവരെല്ലാം അതിലൂടെ കടക്കും. ആ നോമ്പുകാരൻ അതിലൂടെ കടന്നു കഴിഞ്ഞാൽ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാത്ത ഒരൊറ്റ ആൾക്കും ആ റൈഹാൻ എന്ന് പറയുന്ന വാതിലൂടെ കടന്നു പോകാൻ കഴിയില്ല. ആ കഴിയാതിരിക്കുമ്പോൾ എന്നിട്ടോ അവർ പോയി കഴിഞ്ഞാൽ, നോമ്പുകാരൊക്കെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ വാതിലങ്ങ് എന്താക്കും, ക്ലോസ് ചെയ്യും, അടക്കുകയും ചെയ്യും. അപ്പോൾ വാതിലങ്ങ് അടച്ചതിന് ശേഷം ഉഗ്ലിക ഫലം യദ്ഖുലു മിൻഹു അഹദുൻ, വേറെ ആർക്കും കടക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വലിയ മഹത്തായ പ്രതിഫലമുള്ള ദിവസമാണ് ഖിയാമത്ത് നാൾ നോമ്പുകാർക്ക് കിട്ടുന്നത്. അപ്പം അവർക്ക് റൈഹാൻ എന്ന് പറയുന്ന വാതിലൂടെ കടന്നു പോകാൻ നോമ്പുകാരനക്ക് കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളൊക്കെ നോമ്പ് നോക്കണം. നോമ്പ് ഒരിക്കലും നമ്മൾ ഫസാദാക്കിക്കൂടാ. നോമ്പ് നോക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ട്. നോമ്പ് ഒരിക്കലും അല്ലാത്ത നിലക്ക് നോമ്പ് നോക്കാതിരുന്നാൽ അവർക്ക് കടക്കാൻ കഴിയില്ല. റൈഹാൻ എന്ന് പറയുന്ന വാതിലൂടെ കടക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ളത് എന്താണ്? റൈഹാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദാഹമാണ്, ദാഹം ശമിപ്പിക്കുക എന്നതാണല്ലോ ഈ റൈഹാൻ എന്ന് പറയുന്ന അർത്ഥം. അത് തന്നെയാണ് കവാടത്തിനും പേര് വെച്ചിട്ടുള്ളത്. അവിടുത്തെ വാതിലിന് പേര് വെച്ചതും അത് തന്നെയാണ്. അപ്പം അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ദാഹവും വിശപ്പൊക്കെ നാം അള്ളാഹുവിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഒഴിവാക്കിയത്. അതിൻ്റെ പ്രതിഫലമായി അള്ളാഹു റൈഹാനിലൂടെ നമ്മളെ കടത്തുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു മാസം അള്ളാഹു ലോക മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ്, ആ നമുക്ക് ഫർളായ നോമ്പ് ഒരിക്കലും നാം അതിനെ സാരപ്പെടുത്തിക്കൂടാ. നോമ്പ് നോക്കാതിരുന്നാൽ നമുക്കെവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നമ്മൾ അള്ളാഹുവിനക്ക് വേണ്ടി എത്രയാണ് പ്രതിഫലം ഇതിനൊക്കെ കണക്കില്ലാത്ത തരുന്നതാണല്ലോ. കാരണം ഇത് അള്ളാഹു തആലയാണ് ഇതിൻ്റെ പ്രതിഫലം തരുന്നതെന്നല്ലേ ഹദീസിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് നോമ്പുകാരൻ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോക്കുക, ധാരാളം ഖുർആൻ ഓതുക, ധാരാളം ദിക്ർ ചൊല്ലുക, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു വെച്ച തെറ്റുകുറ്റങ്ങളെല്ലാം അതൊക്കെ കൈകഴുകി ശുദ്ധിയാക്കാൻ ഈ റമദാൻ മാസം കൊണ്ട് കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കള്ളിൻ്റെയും എന്തെങ്കിലും മയക്കുമരുന്നിൻ്റെയും അടിമയായി പോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. എത്ര ഉമ്മയെയും ബാപ്പയും കൊന്നു കിടക്കുന്ന ചരിത്രങ്ങളാണ് നാം ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ, ഒരിക്കലും അതിലാരും നമ്മൾ പെട്ടുപോകരുത്. നമ്മളെ മക്കളൊക്കെ ശ്രദ്ധിക്കണം, നോമ്പ് നോപ്പിക്കണം. നോമ്പ് നോക്കാത്ത എല്ലാവരും നോമ്പ് നോക്കണം. പ്രായപൂർത്തിയെത്തിയാൽ അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ് നോമ്പ് നോക്കുക എന്നുള്ളത്. അതിനുമുള്ള ചെറിയ പ്രായത്തിൽ 10 വയസ്സൊക്കെ നോമ്പ് നോക്കിക്കുന്ന
പറയുന്നത് അതൊരു പ്രാക്ടിക്കൽ എന്ന നിലക്കാണ്, അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടല്ല. നിർബന്ധം പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവർക്ക് മാത്രമാണ്. പ്രായപൂർത്തിയെത്തിയതിന് ശേഷമാണല്ലോ നോമ്പ് നിർബന്ധമാകുന്നത്. അതിന് മുമ്പ് നോക്കുന്നതെല്ലാം അവർക്കൊരു പ്രാക്ടിക്കൽ എന്ന നിലക്ക് സ്കാരത്തിൻ്റെ പറഞ്ഞല്ലോ, സ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ എന്ന നിലക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നോമ്പും അങ്ങനെയാണ്. നോമ്പ് എന്താക്കണം, ഉച്ചവരെ നോക്കിപ്പിച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ കൊടുക്കണം. കുട്ടികൾക്ക് അങ്ങനെ കൊടുത്താൽ മതി. രാവിലെ നിന്ന് ഉച്ചവരെ കൊടുക്കുക ചെറിയ കുട്ടികൾക്ക്. എന്നിട്ട് എന്താക്കുക, 30 ദിവസം വരെ അങ്ങനെ കൊടുത്തിട്ട് ഒരു നിങ്ങൾക്ക് 15 നോമ്പ് കിട്ടിയെന്ന് പറയാം. അങ്ങനെ ഒരു 40 ഉച്ചവരെ നോക്കിപ്പിക്കുക. അങ്ങനെ നോക്കിയിട്ട് ഒരു പ്രാക്ടിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രായപൂർത്തിയെത്തിയതിന് ശേഷം പിന്നെ ഒരിക്കലും അവർ നോമ്പ് വിടൂല. നോമ്പ് ഒഴിവാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അതാണ് നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ പഠിച്ചതും. നമ്മൾ ചെറുപ്പത്തെ അങ്ങനെ ശീലിച്ചു വന്നുകൊണ്ട് ഇപ്പോൾ നോമ്പ് എങ്ങാനും നമ്മളൊന്ന് ഒഴിവായി പോയാലും ഒക്കെ എന്തോ ഒരു പേടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നിലക്ക് പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള പ്രായപൂർത്തിയെത്തിയ എല്ലാവർക്കും ഈ നോമ്പ് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ നോമ്പ് നോക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, വാർദ്ധക്യം അതുപോലെ തന്നെ രോഗിയും സുഖപ്പെടാത്ത രോഗമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൈഹാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ നോമ്പുകാർക്ക് കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുവരെ നോക്കിയ നോമ്പും അതുപോലെ മറ്റുള്ള സൽക്രമങ്ങളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ഹക്ക് ജാഹുർക്കും അല്ലാഹു തആല എല്ലാം ശരിയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ രോഗം അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.